എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഴ തോരും മുൻപേ എന്ന സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അലീനയ്ക്ക് ഓർഫനേജിലെ സിസ്റ്റർ വിളിക്കുന്നുണ്ട്. അലീന ഫോൺ എടുക്കുന്ന സമയത്ത് വിചാരിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ പെട്ടെന്ന് സിസ്റ്റർ വിളിക്കാൻ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് അലീന. ഫോൺ എടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്താ സിസ്റ്റർ, എന്താ പെട്ടെന്ന് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. സിസ്റ്റർ പറയുന്നുണ്ട്, ഒന്നുമില്ല, കുറെ ദിവസമായില്ലേ നീ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട്. രവതിക്കുട്ടി വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടി വെറുതെ നിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വെറുതെ വിളിച്ചതാണ് എന്ന് പറയുന്നുണ്ട് സിസ്റ്റർ. അലീന പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് വിളിച്ചത് കണ്ടപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അങ്ങനെയൊന്നും ഇല്ല, എന്താ നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന പറയാണ്, സുഖം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു എന്ന് പറയാണ്. അവിടുത്തെ മാഡത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ ശരിയായി വരുന്നുണ്ട്, എന്നാലും ഫുള്ളായിട്ട് മാറിയിട്ടില്ല, ശരിയായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും ഉള്ളത് ഹോസ്പിറ്റലിൽ തന്നെയാണ്, വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നെല്ലാം പറയാണ്. സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവുമോ, പഴയ പോലെ തന്നെ ആയിരിക്കുമോ അവസ്ഥ എന്നെല്ലാം ചോദിക്കുകയാണ്. അതൊന്നും പറയാൻ പറ്റില്ല സിസ്റ്റർ, മാഡത്തിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു യുദ്ധത്തിനുള്ള തുടക്കമാവാനും സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ സത്യങ്ങളെല്ലാം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മാഡത്തിന് മാത്രമാണ് സത്യങ്ങളൊന്നും അറിയാത്തത്. അതുകൊണ്ട് ഇത്രയും നാളുണ്ടായ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അലീന. സിസ്റ്റർ പറയുന്നുണ്ട്, ഏതായാലും മാഡത്തിനോടും സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതാണ് നല്ലത്. ഇനി എന്തിനാ മറച്ചു വെക്കുന്നത്, അവളുടെ മകളാണ് നീ എന്ന കാര്യം അവരോട് മറച്ചു വെക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിന്റെ അവസ്ഥ എന്താവെന്ന് ആലോചിച്ചിട്ടാണ് ആരും ഒന്നും പറയാതിരിക്കുന്നത്. സിസ്റ്റർ പറയുന്നുണ്ട്, രേവതിക്കുട്ടിയെ അന്വേഷിച്ച് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. രേവതിക്കുട്ടി എന്നോട് വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം. ആരാണ് രേവതിക്കുട്ടിയെ അന്വേഷിച്ച് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു വയസ്സായ ഒരാളാണ് വന്നത്. അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രേവതിക്കുട്ടി അയാളുടെ എന്തോ റിലേറ്റീവ് ആവാനാണ് സാധ്യത എന്ന് പറയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഒരു അമ്മയുണ്ടെന്നുള്ള കാര്യം ഞാൻ വൈകിയല്ലേ അറിഞ്ഞത്. അതുപോലെ രേവതിക്കുട്ടിക്കും ചിലപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് പറയാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം രേവതിക്കുട്ടിയോട് പറഞ്ഞ സമയത്ത് അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. അവൾക്ക് മാമച്ചനെയും ഗ്രേസ്യമ്മയും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ഇട്ടിട്ട് പോവാൻ അവൾക്ക് ഒട്ടും മനസ്സില്ല എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, ആ കാര്യം ശരിയാണ്. ശരിക്കും രേവതിക്കുട്ടിയെ അവര് സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത്. അവൾ അവിടെ എത്ര ഹാപ്പിയാണ് കാണുമ്പോൾ തോന്നുന്നത്. ഒരു അച്ഛനും അമ്മയും ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ എൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, എനിക്ക് ഒരു അമ്മയുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ കുടുംബം തകരാൻ പോലും കാരണം ഞാനായി തീർന്നിരിക്കുകയാണ്. അതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതിലും ഭേദം രേവതിക്കുട്ടി അവിടെ തന്നെ നിൽക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് അലീന. സിസ്റ്റർ പറയാണ്, അത് ശരി തന്നെയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതിലും ഭേദം അവളിപ്പോൾ അവിടെ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്. അവൾ അങ്ങനെ തന്നെ ജീവിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. അവൾക്കും അത് തന്നെയാണല്ലോ ഇഷ്ടം എന്നെല്ലാം പറയാണ്. ഇനിയിപ്പോൾ അയാൾ വീണ്ടും വരുമോ എന്ന് അറിയില്ല. അയാൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പെട്ടെന്ന് പോയത്. ഇനി വീണ്ടും വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരോട് പറയേണ്ടി വരും ചിലപ്പോൾ എന്നെല്ലാം പറയുന്നുണ്ട്. അലീന പറയാണ്, ഇനിയിപ്പോൾ വരുമ്പോൾ അപ്പോൾ നോക്കാം. രേവതിക്കുട്ടിയോടും അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രമല്ലേ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ എന്നൊക്കെ പറയാണ്. സിസ്റ്റർ പറയുന്നുണ്ട്, എന്നാ മോള് ഫ്രീ ആവുമ്പോൾ പിന്നീട് വിളിച്ചാൽ മതി, ഞാനിപ്പോൾ വെക്കുവാണേ എന്ന് പറയുന്നുണ്ട്. ശരി സിസ്റ്റർ, ഞാൻ പിന്നെയും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണ് ഗംഗാധരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു മോളെ ഫോണിൽ? അത് ഓർഫനേജിലെ സിസ്റ്ററാണ്, വെറുതെ വിളിച്ചതാ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. മോൾ അവിടെ ഒരുപാട് സന്തോഷത്തിലായിരുന്നല്ലേ കഴിഞ്ഞിരുന്നത് എന്ന് ചോദിക്കുകയാണ്. സന്തോഷമൊക്കെ തന്നെ ആയിരുന്നു, ഒരുപാട് പേരുണ്ടല്ലോ, അവരെല്ലാം നോക്കിയിട്ടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ആ സന്തോഷം എല്ലാം ഇല്ലാതായില്ലേ എന്ന് ചോദിക്കുകയാണ്.
സന്തോഷം ഇല്ലാതായതല്ല എൻ്റെ സ്വന്തം അമ്മയെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ വന്നതിന് ശേഷമല്ലേ ഈ കുടുംബം ഇങ്ങനെയായി തീർന്നത്. ഈ കുടുംബത്തിലെ സന്തോഷം ഇല്ലാതാക്കിയത് ഞാനാണല്ലോ എന്നെല്ലാം ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നും. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു, വെറുതെ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്നെല്ലാം തോന്നും എന്ന് പറയാണ്. ഗംഗാധരൻ പറയുന്നുണ്ട്, മോളുടെ തെറ്റൊന്നുമില്ല അതിൽ, എല്ലാം ഞങ്ങളൊക്കെ കൂടെ ചെയ്തുണ്ടാക്കിയ തെറ്റ് തന്നെയാണ്. വൈജയ്ക്ക് അന്നൊരു മകളുണ്ടായിരുന്നു എന്നുള്ള കാര്യം ബാലചന്ദ്രനോട് ഞങ്ങൾ പറയേണ്ടതായിരുന്നു. പിന്നെ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിശ്വസിച്ചാണ് ഇത്രയും കാലം എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെതായൊരു ഷോക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നെല്ലാം പറയാണ്. അവിടെ തന്നെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല, മാഡത്തിന് ഇങ്ങനൊരു ആക്സിഡൻറ്റും ഉണ്ടാവുമായിരുന്നില്ല. ഇതിപ്പോൾ സ്വന്തം അമ്മയുടെ ഇത്രയും വലിയൊരു അവസ്ഥയ്ക്ക് കാരണം ഞാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് എന്നെല്ലാം പറയാണ് അലീന. ഗംഗാധരൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നീ ചിന്തിക്കേണ്ട, നിന്റെ പ്രശ്നം കൊണ്ടല്ല ഒന്നും ഉണ്ടാകുന്നത് എന്നെല്ലാം പറയാണ്. ഈ സമയത്താണ് ശിവനും രാജീവനും അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയോട് ശിവൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അത് അച്ഛൻ അവിടെ റെസ്റ്റ് എടുത്തോണ്ട് ഇരിക്കുകയാണ്, വിളിക്കണോ എന്ന് ചോദിക്കുകയാണ്. അവനെ ഒന്ന് വിളിക്കണം, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. ഗംഗാധരൻ പറയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും സത്യങ്ങളെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇവരെല്ലാവരും കൂടി അത് കൈകാര്യം ചെയ്തോളും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയാണ് ഗംഗാധരൻ. ശിവൻ പറയുന്നുണ്ട്, നീ ഏതായാലും പോയി ബാലചന്ദ്രനെ ഒന്ന് വിളിക്ക്, അവനോട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അലീന ബാലചന്ദ്രനെ പോയി വിളിക്കുന്നുണ്ട്. അത് അവിടെ താഴെ എല്ലാവരും വന്നിട്ടുണ്ട്, അച്ഛനോട് എന്തൊക്കെയോ സംസാരിക്കണം എന്നാ പറയുന്നത്. ആരാ വന്നിട്ടുള്ളത്, രാജീവനും ശിവനും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗംഗാധരൻ അങ്കിളും വന്നിട്ടുണ്ട് എന്ന് പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായിപ്പോ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ എന്ന് ചോദിക്കുകയാണ്. അത് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക്, അതിന് വേണ്ടിയിട്ടാ. എന്ത് കാര്യങ്ങളാ ഇനി നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അല്ല, ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായില്ലേ, ഇപ്പോൾ സത്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. വൈജയും നീയും എന്താ ഇനിയും ഇങ്ങനെ വഴക്കിട്ട് മുന്നോട്ട് പോകാനാണോ വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വഴക്കിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാ എൻ്റെ തീരുമാനം. അവൾ എന്നോട് ചെയ്തത് കൊടും ചതിയല്ലേ, ആ ചതിയെല്ലാം പെട്ടെന്ന് എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട്, ഇങ്ങനെ എന്നും വഴക്കിട്ട് എങ്ങനെയാ ജീവിക്കുന്നത്, ഇനിയും എത്ര ജീവിതം കിടക്കുന്നു, ഇങ്ങനെ വഴക്കിട്ട് പോവാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ആക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ്. എന്ത് സോൾവ് ആക്കണമെന്നാ, അവൾ എന്നെ ചതിച്ച കാര്യം ഞാൻ എങ്ങനെ പറഞ്ഞ് സോൾവ് ആക്കണമെന്നാ നിങ്ങളെല്ലാവരും പറയുന്നത്? എന്നിട്ട് അവൾ വീണ്ടും ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? ഇത് പറയുന്ന സമയത്ത് ശിവൻ പറയുന്നുണ്ട്, അതിന് വൈജയ്ക്ക് അറിയില്ലല്ലോ അലീന അവളുടെ മകളാണെന്നുള്ള കാര്യം. അതറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നല്ലോ എന്ന് പറയാണ്. അവൾക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ അവൾ എന്നോട് ചെയ്ത ചതി ഇല്ലാതാവുന്നില്ലല്ലോ. അവൾ ഒരു തവണ പ്രസവിച്ചതാണ്, അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൾ എന്നോട് തുറന്നു പറയേണ്ടതായിരുന്നു. അവൾ പറഞ്ഞില്ലായിരുന്നെങ്കിലും നിങ്ങൾ എന്നോട് തുറന്നു പറയേണ്ടതായിരുന്നു വിവാഹത്തിന് മുൻപ്. എന്നാൽ ഇത്രയും വലിയ സത്യം മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ വിവാഹം നടത്തിയത്. ഇതറിയുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള മാനസികാവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ മാനസികാവസ്ഥയും അവളുടെ കാര്യവും മാത്രമല്ലേ അന്വേഷിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഇതേ സമയം രാജീവൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കും കുറേയൊക്കെ തെറ്റു പറ്റിയിട്ടുണ്ട്, പക്ഷേ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ സത്യങ്ങളൊന്നും പറയാതിരുന്നത്. നീ ഞങ്ങളോട് ക്ഷമിക്കുക, അതേപോലെ തന്നെ വൈജിയോടും ക്ഷമിച്ചിട്ട് നിങ്ങൾ നന്നായി ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് മനു വരുന്നത്. മനു പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ശിവൻ. അത് എല്ലാവരോടും കൂടി ഞാൻ പറയാൻ പോവാണ്, പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇത് സമ്മതിച്ച് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. നീ കാര്യം എന്താന്ന് പറ, എങ്കിലല്ലേ കൂടെ നിൽക്കണോ വേണ്ടെന്നെല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഇത് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹവും ഇഷ്ടവുമാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്.
എന്ന് പറഞ്ഞുകൊണ്ട് മനു പറയുന്നുണ്ട്, അലീനയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് അവളെ കല്യാണം കഴിക്കാനും താല്പര്യമുണ്ട്. ഇതിപ്പോ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ഇഷ്ടമൊന്നും അല്ല. കുറെ നാളായിട്ട് എനിക്ക് അലീനയെ ഒരുപാട് ഇഷ്ടമാണ്. ഈ സത്യങ്ങളെല്ലാം അറിയുന്നതിന് മുൻപും ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ആരും സമ്മതിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് കാരണമാണ് ഞാൻ ഇതൊന്നും ആരോടും പറയാതിരുന്നത്. ഇപ്പൊ ഞാൻ എല്ലാവരോടുമായിട്ട് ഇത് തുറന്ന് പറയാണ്. എനിക്ക് അലീനയെ ഈ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അലീനയുടെ കൂടെ മാത്രമായിരിക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം എനിക്കും നേരത്തെ അറിയാവുന്നത് തന്നെയാണ്. നിങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസിന് ഞാനും തയ്യാറാവും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഇവന്റെ കല്യാണക്കാര്യം എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതിന് കമലയോടും എല്ലാവരോടും ചോദിച്ചിട്ട് വേണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ കമലയോട് ചോദിച്ചോ, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ വൈജയുമായിട്ടൊരു കോംപ്രമൈസിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും സമ്മതിക്കണം. അലീനയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു കോംപ്രമൈസിനൊക്കെ ഞാനും തയ്യാറാകും എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഗംഗാധരൻ പറയുന്നുണ്ട്, മനുവിന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ അതിന് എന്താ ഒരു തടസ്സമുള്ളത്? അവനല്ലേ കല്യാണം കഴിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും, അതുകൊണ്ട് അവരുടെ ഇഷ്ടമല്ലേ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, മനു നിന്റെ ഇഷ്ടം നീ പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ അലീനയുടെ ഇഷ്ടം അത് നീ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവളുടെ ഇഷ്ടം ഞാൻ ഇതുവരെ അവളോട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അവളോടും ഇപ്പൊ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് മനു. അലീന പെട്ടെന്ന് ബാലചന്ദ്രന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, നിനക്ക് ഇവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അച്ഛൻ നടത്തി തരും നിങ്ങളുടെ കല്യാണം എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല. എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശം എൻ്റെ അച്ഛനാണ്. അച്ഛൻ എന്ത് തീരുമാനിക്കുന്നോ അതാണ് എൻ്റെയും തീരുമാനം എന്ന് പറയുന്നുണ്ട് അലീന. ഇത് കേൾക്കുന്ന സമയത്ത് ബാലചന്ദ്രന് അലീനയോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ്. അലീനയെ ഇങ്ങനെ തലോടിക്കൊണ്ട് ബാലചന്ദ്രൻ പറയും, എൻ്റെ മറ്റുള്ള മക്കളേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് നീയാണ്. എൻ്റെ സന്തോഷവും എൻ്റെ ഇഷ്ടവും എല്ലാം വില തരുന്നതും നീയാണ്. നീ എൻ്റെ സ്വന്തം മോള് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ തലോടുന്നുണ്ട് ബാലചന്ദ്രൻ. അതിനുശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ കല്യാണം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അലീനയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യും. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം വൈജയോട് എല്ലാത്തിനുമുള്ള ക്ഷമ നൽകണോ അതോ ഇനിയും ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണോ എന്നെല്ലാം എന്ന് പറയാണ് ബാലചന്ദ്രൻ. ശിവൻ പറയുന്നുണ്ട്, ഞാൻ കമലയോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം എന്ന് പറയുന്നുണ്ട്. ശേഷം ശിവൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു ഇത് നീ നേരെ ആലോചിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണോ? ഇത് ജീവിതത്തിന്റെ കാര്യമാണ്, ഇത് നമുക്ക് കളിക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് പറയാണ്. മനു പറയുന്നുണ്ട്, എനിക്ക് അലീനയെ ഓർഫനേജിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവളോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ഉണ്ടായതല്ല. ഒരുപാട് നാളായി ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അലീനയുടെ കൂടെ തന്നെ ആയിരിക്കും. ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ എവിടെ നോക്കിയാലാ വേറെ കിട്ടുന്നത്? അതുകൊണ്ട് എനിക്ക് അലീനയെ ഒരുപാട് ഇഷ്ടമാണെന്ന് മനു പറയുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, ശരി, ഈ കാര്യങ്ങൾ നമുക്ക് പിന്നീട് എങ്ങനെയായാലും തീരുമാനിക്കാം. പക്ഷേ ബാലചന്ദ്രൻ ഞങ്ങൾക്കൊരു വാക്ക് തരണം. മനുവും അലീനയും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ വൈജയും നീയും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരണം എന്ന് പറയാണ്. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ പെങ്ങള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ആ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കണം എന്ന് പറയുന്നുണ്ട്. ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷേ ഇനി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവരുത്. നീയും വൈജയും കൂടി സന്തോഷത്തോടെ തന്നെ ജീവിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ഈ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.